നേര്യമംഗലം വില്ലാഞ്ചിറയിൽ വാഹനാപകടം. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് അടക്കം 30ഓളം പേർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ പരാതിയിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയതായിരുന്നു എം പി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KCV ചാനൽ വാർത്ത നൽകിയിരുന്നു. അടിമാലി മാങ്കുളത്ത് നിന്ന് ഊന്നുകല്ലിലേക്ക് റബ്ബർ പാൽ കയറ്റി വന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. എതിരെ വന്ന ലോറിയിൽ വാഹനം ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് MP അടക്കം 30ഓളം പേർ വരുന്ന സംഘത്തിന് നേരെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പാഞ്ഞെടുത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ പരാതിയിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയതായിരുന്നു MP. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം വില്ലാഞ്ചിറയിൽ 25ഓളം കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് വഴി നഷ്ടപ്പെട്ടു എന്ന് പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KCV ചാനൽ വാർത്ത നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് MPയും സംഘവും സ്ഥലം സന്ദർശിക്കാനെത്തിയത്. അപകടം നടന്ന സ്ഥലത്ത് ആ സമയം വെളിച്ചമുണ്ടായിരുന്നില്ലെന്നും ഒരു വശത്ത് അഗാധമായ കൊക്കയായതിനാൽ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണെന്നും MPക്കൊപ്പമുണ്ടായിരുന്ന KCBS ഡയറക്ടർ ബെന്നി മാത്യു പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും പരാതി കേൾക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് MP ഡീൻ കുര്യാക്കോസ് സംഭവ സ്ഥലത്തെത്തുന്നത്. ജനങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെളിച്ചവും വളരെ കുറവായിരുന്നു. വഴിയുടെ ഒരു വശത്ത് കാന കയറിയിട്ടിരിക്കുന്നു, മറുവശത്ത് അഗാധമായ ഗർത്തം. ഈ സമയത്ത് മേളിൽ നിന്ന് വില്ലാഞ്ചിറയിൽ നിന്നും ഇറങ്ങി വന്ന ബ്രേക്ക് നഷ്ടപ്പെട്ട് വന്ന വാഹനം MPയും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് അതിവേഗം കടന്നു വരികയായിരുന്നു. ഈ സമയത്താണ് ദൈവദൂതനെ പോലെ വില്ലാഞ്ചിറ കയറ്റം കയറി വന്ന ഒരു ലോറി എങ്ങനെയോ ഇടിച്ച് നിർത്തുമായിരുന്നു. ആ വണ്ടിയെ, ഞങ്ങൾക്ക് നേരെ വന്ന വാഹനത്തെ ഇടിച്ച് നിർത്തുകയായിരുന്നു. ഒരു സെക്കൻഡ് വ്യത്യാസം വന്നിരുന്നെങ്കിൽ ഒരു 10-20 പേർ, MP ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഒരു 10-20 പേര് ആ സ്പോട്ടിൽ തന്നെ തീർന്നു പോകേണ്ടതാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി സമീപത്തെ പോസ്റ്റിലും ഇടിച്ചതിനാൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധവും കേബിൾ കണക്ഷനുകളും തകരാറിലായി. ഈ ഭാഗത്ത് അപകടം പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. വാഹനത്തിന്റെ ഡ്രൈവറെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ സൈജൻ ചാക്കോ, നേര്യമംഗലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ്, സെക്രട്ടറി സാബു അപ്പാമല, മുസ്ലിം ലീഗ് പ്രതിനിധി PMA കരീം, NH അധികൃതർ, പ്രദേശവാസികൾ അടക്കം 30ഓളം പേരാണ് MPക്കൊപ്പം ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.